Hi guys, welcome back to Salt and Soul with our family. ഹായ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കൂന്തൽ റോസ്റ്റാണ്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 കുഞ്ഞുള്ളിയും, പിന്നീട് നമ്മൾ ചേർക്കുന്നത് പൊടികളാണ്. ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൈ കൊണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുക്കർ അടുപ്പിലേക്ക് മാറ്റാം. ഇതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് കൂന്തലിൽ വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല. കാരണം കൂന്തലിൽ നിന്ന് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങുന്നതായിരിക്കും. ഒരു വിസിൽ കേട്ട ശേഷം നമുക്ക് കുക്കർ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്ത് കടുക് പൊട്ടിച്ച ശേഷം ഒരു സവോളയും 3 പച്ചമുളകും ഒരു തക്കാളിയും കൂടെ ഇതിനകത്ത് ചേർത്ത് ഇളക്കി മൂപ്പിച്ചെടുക്കാം. പിന്നീട് ഇതിനു വേണ്ടിയുള്ള പൊടികൾ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇതിനു വേണ്ടിയ പൊടികൾ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളകത്തിൻ്റെ പൊടിയും. വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിലേക്ക് ഈ പൊടികൾ എല്ലാം ചേർത്ത് നമുക്ക് ഒന്ന് മൂപ്പിച്ചിട്ട് കുക്കറിനകത്ത് ഇരിക്കുന്ന കൂന്തലിൻ്റെ വെള്ളം കൂടെ ഇതിനകത്ത് ചേർത്ത് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ആ കൂന്തലും കൂടെ ഇതിനകത്തോട്ടിടാം. ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ചേർത്ത് ഇളക്കി ഒരു 10 തൊട്ട് 12 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ വെള്ളമെല്ലാം ഒരുമാതിരി പറ്റി നമുക്ക് നല്ല കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.